Hi friends, Assalamu alaikum, Namaskaram, welcome back to Noura's Kitchen Magic. കുറച്ച് ദിവസം മുന്നേ എൻ്റെ കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോ കേക്കിൻ്റെ പിക്സ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഡീറ്റെയിൽസ് ചോദിച്ചൊരു കേക്കാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ, അതിൻ്റെ പാൻ സൈസ്, വെയിറ്റ്, കളറ്, നോസിൽസ് ഒക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ടോട്ടലി 2 kg വരുന്ന ഒരു കേക്കാണ്, വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് ആദ്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ച് വെക്കുക. ഇനി ബീറ്റ് ചെയ്യാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 8 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആദ്യം തന്നെ വാനില എസൻസ് ആഡ് ചെയ്തത് അതിൻ്റെ ഒരു സ്മെല്ല് പോകാനാണ്. കുറേ പേർക്കുള്ള പ്രശ്നമാണ് എഗ്ഗിൻ്റെ സ്മെല്ല് പോകാത്തത്. അത് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് സെയിം നമ്മൾ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യും. ഒരു 5 മിനിറ്റെങ്കിലും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താലേ ഈ ഒരു നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തോട്ടാ. പിന്നെ അതിലേക്ക് നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, പാം ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട. കുറേ പേര് ചോദിച്ച് പാം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഒന്നിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ, വല്ലാണ്ട് ബീറ്റ് ചെയ്യണ്ട. ഇനി അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡായാലും അത്രയും നല്ലത്. എന്നിട്ട് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് പാലാണ് നമ്മൾ എടുക്കേണ്ടത്. ആ സെയിം കപ്പിൻ്റെ തന്നെ 1/2 കപ്പിൽ 1/2 കപ്പ് പാലെടുക്കുക. അപ്പോൾ പാലും ഇങ്ങനെ മൈദയും മാറി മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് മൈദ ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം അവസാനവും മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ. ഇനി ഈ ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇനി ബാറ്റർ ഞാൻ ഗ്രീസ് ചെയ്തിട്ടുള്ള പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയാണ് കേട്ടോ പാനുകൾ. 5 ഇഞ്ചിൻ്റെയാണ് 2 എണ്ണം, വലുത് 8 ഇഞ്ചാണ്. ഇനി ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ പോയിട്ട് നല്ല ഈവൺ ആയിട്ടുള്ള ടോപ്പായിട്ട് കിട്ടും. ഇത് ഒരു 35 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുക്കായിട്ട് നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് നന്നായിട്ട് കൂളായതിന് ശേഷമാണ് ഐസിങ്ങിന് എടുക്കേണ്ടത്. ഇപ്പോൾ ഓവർനൈറ്റൊക്കെ ഇരുന്ന് നന്നായിട്ട് കൂളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതാണ് നല്ലത്. തലേദിവസം തന്നെ ബേക്കിങ് കഴിയാനാണ് നല്ലത്. ഇനി ഇതുപോലെ സ്കിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് റബ്ബ് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതല്ല നമുക്ക് ഇത് കളയാതെ തന്നെ ഐസിങ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെച്ച് സോക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ സൈഡൊക്കെ മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റ് സ്പോഞ്ച് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലെയറിങ്ങും ഐസിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ 3 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ്ങും ക്രീം ബീറ്റ് ചെയ്യുന്നതും അതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് അതിൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്യുക, ഐസിങ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 kg കേക്ക് ചെയ്തില്ലേ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഐസിങ് ചെയ്യണതൊക്കെ. അപ്പോൾ അതേപോലെ ഞാൻ സെയിം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണാത്തവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാമെന്ന് ചെക്ക് ചെയ്താൽ മതി. ഫില്ലിങ്ങും ചെയ്യുന്നതൊക്കെ കറക്റ്റ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ കേക്കുകളും ഇപ്പോൾ നമ്മൾ 3 കേക്ക് ചെയ്തില്ലേ, അപ്പോൾ അത് നമുക്ക് ഓരോന്നും ഐസിങ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ സെയിം ഞാൻ 6 ലെയർ ആക്കുന്നുണ്ട്. ആ മേലത്തത് ഓരോന്നും 3 ലെയർ ആക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കളർ ഏതെങ്കിലും ഒരു ജെൽ കളർ ആഡ് ചെയ്താൽ മതി. ഞാൻ ഷുഗറിൻ്റെ യെല്ലോ കളറാണ് ജെൽ കളർ ആഡ് ചെയ്തത്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഒരുപാട് ആഡ് ചെയ്യുമ്പോഴാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ വരിക. ഇത് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, 1-2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. അത് നിങ്ങൾ എടുക്കുന്ന ക്രീം അനുസരിച്ച് ഒറ്റ ഡ്രോപ്പ് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക, ഈ കളർ കിട്ടണ്ടോ നോക്കുക. അതല്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്താൽ കറക്റ്റ് ഈ ഒരു കളർ കിട്ടും കേട്ടോ. ഇത് അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായാൽ അത്രയും നല്ലത്. അതിന് ശേഷമാണ് നമ്മൾ മേലേക്ക്
ടോപ്പ് ടയർ സ്റ്റാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടിയിലത്തെ ടയർ ശരിക്കും സെറ്റാവണം. അല്ലെങ്കിൽ ലെയറിലൊക്കെ ക്രീം സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഇടിഞ്ഞു പോകണതും ബ്രേക്ക് ആവണതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് മേലെ ടയർ വരുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് സെറ്റായതിന് ശേഷം വേണം നമ്മൾ ആ കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഫിനിഷിങ് ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം ഇതിൻ്റെ മേലെ വേറെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ സ്മൂത്താക്കി ഷാർപ്പ് എഡ്ജ് ഒന്നാക്കി നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഏതാണ് അത് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിയിലത്തെ കേക്ക് ഫിനിഷ് ചെയ്താൽ മതി. എന്നാലും കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറമേക്ക് ഉള്ളിലത്തെ ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ നല്ല നീറ്റാക്കി എടുക്കുക. കേക്കിന് അടിയിൽ ഞാൻ 2 ടൈപ്പ് ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റോസ് ഫ്ലവറൊക്കെ ചെയ്യുന്ന പെറ്റൽ നോസിലാണ്. നോസിൽ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ തന്നെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ഇങ്ങനെ എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്പർ അടക്കം ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണിക്കാം യൂസ് ചെയ്യുന്ന നോസിലുകളൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റാർ നോസിൽ എപ്പോഴും ചെറിയ ബോർഡർ കൊടുക്കാൻ എടുക്കുന്ന സ്റ്റാർ നോസിലില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. ഇത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അവർ കറക്റ്റ് ഡിസൈൻ ഇങ്ങനെ പറഞ്ഞതാണ്, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനി നോസിലൊന്നും ഇടാണ്ട് നമ്മൾ പേര് എഴുതാൻ വേണ്ടി എടുക്കൂലേ, അതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈസിയാണ് ചെയ്യാനായിട്ട്, നല്ല ഈസിയാണ് ഇതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മളുടെ ടോപ്പ് ടയർ കേട്ടോ. ഇപ്പം ഞാൻ 2 ചെറിയ കേക്ക് കാണിച്ചില്ലേ, അത് 6 ലെയർ ഉണ്ട് ടോട്ടൽ, അത്രയും ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് ജസ്റ്റ് ഒരു ക്രം കോട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളിതിന് മൊത്തമായിട്ട് നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രം കോട്ട് കൊടുത്തിട്ട് ജസ്റ്റ് യെല്ലോ വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് കവർ ചെയ്താൽ മതി. കാരണം എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കാണണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കേക്ക് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തിയോടല്ലേ. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് മാത്രം ഒന്ന് ലെവൽ ചെയ്യുക, സൈഡിലൊരു ക്രം കോട്ട് പോലെ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ഒരു കേക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഇത് 2 കേക്ക് നന്നായിട്ട് സെറ്റായിട്ടാണ് ഇത് സ്റ്റാക്ക് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് പതുക്കെ പാലറ്റ് നൈഫ് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെയ്ത് പ്രാക്ടീസ് ആയിക്കോളും. ഇനി ഒരു നല്ല വണ്ണമുള്ള ഒരു ഡവലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരെണ്ണം ഇൻസേർട്ട് ചെയ്ത് വെക്കണുള്ളൂ. വണ്ണം കുറവുള്ളതാണെങ്കിൽ 2 3 വെക്കാം കേട്ടോ, 3 സൈഡിലായിട്ട് അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ സെൻറ്ററിലാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് ടോട്ടൽ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ റോസറ്റൊക്കെ വരക്കുന്ന നോസിൽ തന്നെയാണ്. നമ്പർ ചോദിക്കുന്നവരോട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്പർ. അതിനി നമ്പറും ഇതൊന്നും കാണിച്ചില്ല എന്ന് പറയരുത്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അത് മൊത്തമായിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ, ടോപ്പിൽ സെൻറ്റർ വരെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കേക്ക് അധികം കോട്ട് ചെയ്യണ്ടെന്നുള്ളത്. കാരണം ഇത്രയും ക്രീം പുറമേ വരുന്നുണ്ട്, ഉള്ളിൽ ഒരുപാട് ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് ക്രീമായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ കൊടുക്കുന്ന ഡിസൈനിൽ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാർബിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലേ, അതേപോലെ തന്നെ കേട്ടോ. പ്രത്യേകിച്ചും ഷാർപ്പ് എഡ്ജ് ചെയ്യാനാ അല്ലെങ്കിൽ കറക്റ്റ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ട്രിക്കാണ് ഇങ്ങനെ നോസിൽ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യണത്. ക്രീം കുറച്ചിട്ടാൽ മതി, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേക്ക് കാണാനായിട്ട് അല്ലേ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര ഭംഗി തോന്നിയിരുന്നില്ല. പക്ഷേ കേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. കേക്കിനായാലും ഡിസൈനായാലും ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയായിരുന്നു. ഇനി കുറച്ച് ഫ്ലവർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട് വീഡിയോസിൻ്റെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് കാണുക, അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് എപ്പോഴും വെക്കാറുള്ളത് ഫ്ലവർ. അങ്ങനെ ഓരോ ഭാഗത്തും നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഒരുപാട് ഫ്ലവർ വരച്ച് വെച്ചിട്ട് കേക്കിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കരുതിട്ടാ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം ഫ്ലവർ വെച്ച് കൊടുക്കുക, കാരണം മൊത്തം ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഒരു ലുക്ക് അങ്ങനെയാണ്. എന്നാലും നമ്മൾ ഡെക്കറേഷനാണെന്ന് വെച്ചിട്ട് ഓവറായിട്ട് ഫ്ലവറൊന്നും വെക്കരുത്. ഞാനിപ്പോൾ താഴെ ഒരു 4 ഫ്ലവറും മേലെ ഒരു 3 ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അത്രയും മതി, ഒരുപാടായ കഴിഞ്ഞാലും ഒരു ഭംഗിക്കുറവാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കൊടുക്കുക. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ലീഫിൻ്റെ മറ്റേ ചെറിയ നോസിലില്ലേ, അത് ഞാനിതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്, ഏറ്റവും ചെറിയ ലീഫ് നോസിൽ അത് കൊടുക്കുക. അത് കളറ് ഷുഗറിൻ്റെ ലീഫ് ഗ്രീനാണ് കേട്ടോ.
അതൊരു ഷുഗറിൻ്റെ ലീഫ് ഗ്രീൻ, സാധാ ഗ്രീൻ അല്ല, ലീഫ് ഗ്രീൻ ഈ ഒരു കളറാണ്, ഇങ്ങനെ ഒരു ഡിമ്മായിരിക്കണം ഗ്രീനാണ്. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കൊടുക്കുന്നതിലും ഭംഗി ഈ ഒരു ഗ്രീൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിൽ ഏത് ഗ്രീൻ ആയാലും അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കളർ വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ, ഏത് ഗ്രീൻ ആയാലും ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഇനി യൂസ് ചെയ്ത നോസിൽസ് പറഞ്ഞുതരാം കേട്ടോ. മേലത്തെ ടയർ മൊത്തം കവർ ചെയ്യാൻ യൂസ് ചെയ്തത് റോസറ്റൊക്കെ വരക്കുന്ന നോസിലാണ്. കണ്ടില്ലേ, ഈ ഒരു ഡിസൈൻ നോക്കി വെച്ചാൽ മതി. നമ്പർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, 2D ആണ് കേട്ടോ. 2D ആണ് നമ്പർ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുക. ഇത് ഫ്ലവർ വരക്കുന്നത് 124 കേട്ടോ, 124 ആണ് നമ്പർ. പിന്നെ നമ്മൾ യൂസ് ചെയ്തതാണ് ആ ബോർഡർ തന്നെ വരക്കാനായിട്ട് സ്റ്റാർ നോസിൽ 20 ആണ് നമ്പർ. പിന്നെ നമ്മൾ ലീഫ് വരച്ചത് ഏറ്റവും ചെറിയ നോസിലാണ്, അതിൻ്റെ നമ്പർ 68 കേട്ടോ, 68. അപ്പോൾ ക്ലിയർ ആയില്ലേ. പിന്നെ ഈ ഒരു ടോപ്പർ കേക്ക് മെറ്റീരിയലിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. 60 രൂപയാണ് ഞാൻ മേടിച്ച ടോപ്പറിനായിട്ടുള്ളത്. പിന്നെ റേറ്റ് ഇപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ഇവിടെ കൊടുക്കുന്ന റേറ്റ് 500 രൂപയാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ടയർ ചെയ്യുമ്പോൾ 250 രൂപയാണ് എക്സ്ട്രാ ആഡ് ചെയ്യാറുള്ളത്. പ്ലസ് നമ്മൾ ഡിസൈനിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ടോപ്പറിൻ്റെ റേറ്റും എല്ലാം കൂടെ നമുക്കൊരു 400-500 എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ റേറ്റ് അന്വേഷിച്ചിട്ട് അതിൽ കൂടെ നമ്മളെ വർക്കിൻ്റെ റേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.